ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22 അധ്യായം 26 വാക്യം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. പ്രിയമുള്ളവരെ, ആരാണ് വലിയവനെന്ന ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടിയാണ് ഈ വചനഭാഗം. ഈശോ തൻ്റെ ജീവിതം വഴി നമുക്ക് കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. സ്വർലോകത്തിൻ്റെ അധിപനായ ദൈവപുത്രനായ ഈശോ വെറും മനുഷ്യനായി അവതരിച്ച് എളിയവനിൽ എളിയവനായി തന്നെ ശൂന്യനാക്കി കുരിശുമരണം വരിച്ച് നമ്മുടെ എല്ലാം ജീവനെ സ്വന്തമാക്കി. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് നാം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത്. സ്വയം എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് സ്വന്തമായവരെ എല്ലാം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോനാഥ, ആത്മാവിൽ എളിമയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.